ഹായ് എവറിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് LDC പരീക്ഷയിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിരുന്നത്, അതായത് 2024 ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ള ഒരു ഭാഗമായിരുന്നു എന്താ, സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടിയല്ലേ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്ന് ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രം പോരാ, കൃത്യമായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? IoT എന്നത്, അതായത് IoTയുടെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. IoT എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലൂ തന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കുമല്ലോ. IoT എന്ന് വെച്ചാൽ ഇതൊരു ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇന്റർനെറ്റ് വഴി നമുക്ക് ഡേറ്റാസ് വേഗം തന്നെ, നമ്മുടെ ജോലികളൊക്കെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നത്, സ്മാർട്ടായിട്ട് നമ്മുടെ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് വഴിയായിരിക്കും? ഇന്റർനെറ്റ് വഴിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്, അർത്ഥമാണ് എന്താ IoT എന്ന് പറയുന്ന ആ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനും ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം അല്ലേ. അപ്പൊ എന്താ ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത്? എന്താ, ഇൻഫോർമേഷൻ ഓഫ് എ തിങ്സ്. ഓക്കെ, പലർക്കും ആദ്യം തോന്നുമ്പോൾ വിചാരിക്കും ഇൻഫോർമേഷൻ ഓഫ് എ തിങ്സ് ആയിരിക്കുമോ ഇതിന്റെ ആൻസർ എന്ന് വരുന്നതെന്ന്. കാരണം എന്താ, 4 ഓപ്ഷനിലും നമുക്ക് പറ്റിക്കുന്ന രീതിയിലുള്ള ചില ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത് ഇൻഫോർമേഷൻ ഓഫ് എ തിങ്സ് എന്നാണ്. അത് നമ്മുടെ ആൻസർ ആയിട്ട് വരുമോ? കാരണം അതൊരു ഇൻഫോർമേഷൻ തിങ്ക് ചെയ്യുന്ന രീതിയിൽ IoTയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഇന്റർനെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് അനുയോജ്യമായതല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? ഇൻഫോർമേഷൻ ഓഫ് എ ടെക്നോളജി. ഓക്കെ, ഒരു ടെക്നോളജി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വിചാരിക്കും ഓക്കെ ടെക്നോളജി പരമായിട്ടുള്ളതല്ലേ, ഇന്റർനെറ്റ് ഒരു ടെക്നോളജി പരമായിട്ടുള്ളതല്ലേ, അപ്പൊ അതാവുമല്ലോ നമ്മുടെ ആൻസർ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെയും നമ്മൾ പറ്റിക്കപ്പെടുക, കാരണം ഓപ്ഷനും ബിയും അല്ല നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ്. അതല്ലേ, നമുക്ക് ആ ഒരു പദത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാലും നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ്, അതായത് നമ്മൾ സ്മാർട്ടായിട്ട് നമുക്ക് ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്തുവഴിയായിരിക്കും? ഇന്റർനെറ്റ് വഴിയായിരിക്കും അല്ലെ. നമ്മുടെ AC-യിലായിക്കോട്ടെ, നമ്മുടെ സ്മാർട്ട് ഹോം ടെക്നോളജി ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞോളെ ഡോർ ഓപ്പൺ ചെയ്യുന്നു, ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞോളെ ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ചിന്തിക്കുന്നത് എന്തുവഴിയായിരിക്കും? ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി വഴിയായിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു ഓപ്ഷനും കൂടെ കിടപ്പുണ്ട്. എന്താ? ഇന്റർനെറ്റ് ഓഫ് എ ടെക്നോളജി. ഓക്കെ, അവിടെ വേറൊരു പദം കിടപ്പുണ്ട്, ഇന്റർനെറ്റ് എന്നൊരു വാക്ക്. ചിലപ്പോൾ പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഈ 3 ഓപ്ഷൻസ്. കാരണം 3 ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? ഇൻഫോർമേഷൻ ഓഫ് ഒരു ടെക്നോളജി ഇവിടെ വരുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. എങ്കിലും പലരും കാണിച്ചു വന്നിട്ടുള്ളൊരു തെറ്റാണ്. എന്താ? ഇന്റർനെറ്റ് ഓഫ് എ ടെക്നോളജി എന്നൊരു വാക്ക് ആൻസർ ആയിട്ട് എടുക്കും. അതൊരു ശരിയായ പദമാണോ? കാരണം നമുക്ക് ഓൾറെഡി ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ ടെക്നോളജി പരമായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി, അഥവാ ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നോക്കിയാലോ. എന്താ നോക്കിക്കേ, ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ, സ്മാർട്ട് ബൾബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഹോം ടെക്നോളജി. ആ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. സ്മാർട്ട് ഹോം ടെക്നോളജി നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരു ജോലിയും ചെയ്യേണ്ടല്ലേ. നമുക്കൊരു സോഫയിൽ ഇരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഡോർ ഓപ്പൺ ചെയ്യ്, ഡോർ ക്ലോസ് ചെയ്യ്, വിൻഡോസ് ഓപ്പൺ ചെയ്യ്, വിൻഡോസ് ക്ലോസ് ചെയ്യ്, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞാൽ മതി. അത് ഓൾറെഡി അത് ചെയ്തോളും. അത് തന്നെയായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഇന്റർനെറ്റ് ഓഫ് എ തിങ്സ് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? കൂട്ടത്തിൽ പെടാത്തത്, അതായത് ഓഡ് വൺ ഔട്ട് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ ഔട്ട് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാതിരിക്കില്ല അല്ലേ. അതുകൊണ്ടായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ എടുത്തു നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? ഒറാക്കിൾ എന്നാണ്. ഒറാക്കിൾ എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനീസിലൊക്കെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒറാക്കിൾ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഒറാക്കിളിനെ കിട്ടി അതൊരു ഡേറ്റാനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഡേറ്റാനെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത എന്താ? MS ആക്സസ്. അപ്പോൾ ഓൾറെഡി കിട്ടി ഒറാക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. MS ആക്സസ് എന്താ? MS ആക്സസ് എന്ത് തന്നെയാണ്? ഒരു ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസോ അല്ല എംപ്ലോയിയുടെ അറ്റൻഡൻസോ ഡീറ്റെയിൽസോ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും MS ആക്സസ് വഴിയായിരിക്കും. അവിടെയും നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, MS ആക്സസും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞത്? ഓക്കെ, ഓപ്ഷൻ സിയിൽ എന്താ MS Excel എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MS Excel എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഓക്കെ അത് ഒരു നമുക്ക് ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് തന്നെയല്ലേ, അപ്പൊ അത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ലേ എന്ന്. പക്ഷേ MS Excel ഒരു പ്രത്യേകത ഉണ്ട്, അതായത് സ്പ്രെഡ്ഷീറ്റ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം എന്തുകൊണ്ടാ, അവിടെ കാൽക്കുലേഷൻസ് ചെയ്യാനും ഡിവിഷൻസ് ചെയ്യാനും പൊതുവെ ടേബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പൊതുവെ നമ്മൾ MS Excel യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ MS Excel ഒരു പ്രത്യേകത കിട്ടിയാനൊരു സ്പ്രെഡ്ഷീറ്റ് എന്നാണ് നമ്മളെ പറയുന്നത്. ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ പോലും പൊതുവെ അതിനെ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ഓപ്ഷനിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കൂടെ നമുക്ക് പരിഗണിക്കാം. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? MySQL എന്നാണ്. MySQL എന്ന് വെച്ചാൽ എന്താ, ഡേറ്റാനെ മാനേജ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ് MySQL എന്ന് പറയുന്നത്. MySQLും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ റിട്രൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. കാരണം എന്താ, 3 ഓപ്ഷനിലും പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നതും ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്, സെക്കൻഡ് ഓപ്ഷനിലും ഡേറ്റാനെ സ്റ്റോർ ചെയ്യാനാണ്, ഓപ്ഷൻ ഡി അത് ലാസ്റ്റിൽ എന്താ ഡേറ്റാനെ സ്റ്റോർ ചെയ്യാനാണ്. പ്രത്യേകത വന്നത് ഏതാ? ഓപ്ഷൻ സിക്ക് മാത്രമാണ്. അപ്പോൾ ഇതിൽ ഓട് 1 ഔട്ട് ഏതായിരിക്കും? ഓപ്ഷൻ സി തന്നെയായിരിക്കും. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കേ. എന്താ MS Excel എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തൊരു സ്പ്രെഡ്ഷീറ്റ് ആണ് അല്ലേ, ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാൽക്കുലേഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ടേബിൾ അറേഞ്ച് ചെയ്യാനോ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് MS Excel ആയിരിക്കും. അടുത്തത് എന്താ, ഒരാൾ പറഞ്ഞു ഇതൊരു പ്രമുഖ ഡേറ്റാബേസ് ആണ്, ഒരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. കൂടുതലായിട്ടും വലിയ വലിയ കമ്പനീസിലൊക്കെ ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒറാക്കിൾ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒറാക്കിളും ഒരു ഡേറ്റാബേസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന MS Accessഉം ഒരു ഡേറ്റാബേസ് തന്നെയാണ്, ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. MySQLും ഒരു ഡേറ്റാബേസ് തന്നെയാണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ LAN ഉണ്ട്, MAN ഉണ്ട്, PAN ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എ 1. ഓക്കെ, ഫസ്റ്റ് വണ്ടി കിടക്കുന്ന ഏത് ഓപ്ഷൻ? LAN എന്നാണ് അല്ലേ. എന്താ ലാൻ്റെ അർത്ഥം? എന്താ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ ലാനിന് പറയുന്നത്. ലാൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മുടെ പ്രദേശങ്ങളിൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയണം, നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ ഇപ്പോൾ 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ 10 കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്യുന്നത് എന്ത് വഴിയായിരിക്കും? LAN വഴിയായിരിക്കും. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മുടെ സറൗണ്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനായിരിക്കും നമ്മൾ LAN എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് നമുക്ക് LAN ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു ആൻസർ ഉണ്ട്. LAN നമുക്കൊരു സറൗണ്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും LAN എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്ത എന്താ? MAN, അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിറ്റിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ MAN പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കായിട്ട് നമ്മളെ MAN എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. അടുത്ത എന്താ? ഓപ്ഷൻ സി അഥവാ PAN, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്താ? PAN. അതായത് നമ്മുടെ പേഴ്സണൽ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ PAN അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. അടുത്ത ലാസ്റ്റ് ഉണ്ട് എന്താണ്? WAN എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ WAN? അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് നമുക്ക് അതിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാനിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏത് തന്നെ ആയിരിക്കും? വാൻ ആയിരിക്കും. എല്ലാവർക്കും എല്ലാ കൺട്രീസിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? വാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്റർനെറ്റ് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കിക്കേ, LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാനായിരിക്കും LAN യൂസ് ചെയ്യുന്നത്. MAN എന്ന് വെച്ചാൽ എന്താ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതുപോലെ തന്നെ WAN എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, എല്ലാ കൺട്രീസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്റർനെറ്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ PAN എന്താ? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണും ബ്ലൂടൂത്തും ഹെഡ്സെറ്റും ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ നോക്കണം. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇൻപുട്ട്, അതിന് മുന്നേ ഇൻപുട്ട് എന്താണെന്ന് പറഞ്ഞിരിക്കണം. ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊരു ഡേറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഹലോ എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് കൊടുത്തു. നമ്മുടെ ഇൻപുട്ടിന് എക്സാമ്പിൾ ആയിട്ടുള്ള കീബോർഡ് വഴി നമ്മളൊരു ഡേറ്റ് കൊടുക്കും. ഒരു ഹലോ എന്ന് പറഞ്ഞൊരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഹലോ എന്ന് പറയുന്ന വാക്കിനെ നമ്മുടെ സ്ക്രീനിൽ മോണിറ്ററിൽ കാണിക്കണം. അതിനുവേണ്ടി നമുക്ക് ഹ്യൂമന് മനസ്സിലാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ നമുക്ക് നൽകുന്ന ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ? കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ഫസ്റ്റ് വൺ എന്താ, ഹെഡ്ഫോൺ എന്നാണ് അല്ലേ. ഹെഡ്ഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് സൗണ്ട് പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്താ, സ്പീക്കർ എന്നാ പറയുന്നത്. സ്പീക്കറും എന്താ ഒരു ഔട്ട്പുട്ട് ഉപകരണം തന്നെയല്ലേ, കാരണം അതും സൗണ്ട് പുറത്തേക്ക് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പീക്കർ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. അടുത്തത് സൗണ്ട് കാർഡ്. എന്താ സൗണ്ട് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ CPU ഉള്ളിൽ സൗണ്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സൗണ്ട് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് കാർഡും ഇതിനൊരു എന്താ നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തൊരു ഔട്ട്പുട്ട് ഉപകരണം അല്ല. കാരണം സൗണ്ട് കാർഡും ഒരു ഔട്ട്പുട്ട് ഉപകരണം തന്നെയാണ്. നമ്മുടെ CPU ഉള്ളിൽ സൗണ്ട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് തരുന്നതിനായിരിക്കും നമ്മൾ സൗണ്ട് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്, ഓപ്ഷൻ സി ആയിരിക്കാം എന്ന് കരുതി ഓപ്ഷൻ സി എടുക്കരുത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അത് മൈക്രോഫോൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സൂമിലായിക്കോട്ടെ ഏതെങ്കിലും സെറ്റിലായിക്കോട്ടെ നമ്മൾ മൈക്ക് വഴി നമ്മളൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താ അതിനെയാണ് നമ്മൾ മൈക്രോഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? മൈക്രോഫോൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്, ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഇമേജ് ഓർത്ത് വെക്കുക, ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, PDF-ന്റെ പൂർണ്ണ രൂപം. ഇപ്പം നമ്മളൊക്കെ PDF യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ PDF ഒക്കെ ചെയ്യുന്നവരാണല്ലേ. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ, നമ്മുടെ റെസ്യൂമേ ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് PDF-ന്റെ രൂപത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ PDF-ന്റെ പൂർണ്ണ രൂപം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് PDF-ന്റെ ഫുൾ ഫോം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ എന്താണ് PDF എന്ന് അറിഞ്ഞിരിക്കണം. PDF-ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, അതൊരു ഫോർമാറ്റിക് ആയിരിക്കും. കാരണം നമ്മളൊരു ഒരു പോർട്ടബിൾ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ റെസ്യൂമേ തയ്യാറാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഫോർമാറ്റിംഗ് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല അല്ലേ, ഒരു ഫോർമാറ്റ് അവിടെ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമുക്കത് പോർട്ടബിൾ ആയിരിക്കും PDF എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ഓൾറെഡി തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ തന്നെ ആൻസർ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ ഓരോ ഓപ്ഷനും പഠിച്ചു തന്നെ പോവാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ കിടക്കുന്നത്, പ്രോഗ്രാം ഡേറ്റ ഫോർമാറ്റ്. ഓക്കെ, ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഒരു പ്രോഗ്രാമിൻ്റെ ഡേറ്റ, ഒരു ഫോർമാറ്റ് എന്നൊരു വാക്ക് കിടക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ഫോർമാറ്റ് ചേഞ്ച് ആവുന്നില്ല എന്ന്. അപ്പോൾ ഒരു പ്രോഗ്രാം ഡേറ്റ ഫോർമാറ്റ് ആകുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഡേറ്റ ഫോർമാറ്റ് മാറാണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതാവില്ലേ നമ്മുടെ ആൻസർ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ വരത്തില്ല. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്, പെർമനന്റ് ഡോക്യുമെന്റ് ഫയല്. ഓക്കെ, അത് നമുക്ക് എടുക്കാം, ചിലപ്പോൾ ഒന്ന് പരിഗണിച്ച് നോക്കാമെന്നാണ്. കാരണം പെർമനന്റ് ആയിരിക്കുമല്ലോ, നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതാവുമല്ലോ നമ്മുടെ ആൻസർ എന്ന് നമ്മൾ ചിന്തിക്കാനുണ്ട്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി അല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡോക്യുമെന്റ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ നമുക്ക് പരിഗണിക്കാനേ സാധിക്കില്ല. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്, പോർട്ടബിൾ ഡോക്യുമെന്റ് കോഡിങ്. പോർട്ടബിൾ ഡോക്യുമെന്റ് കോഡിങ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് PDF-ന് ഒരു പ്രത്യേകത ഉണ്ട്, അത് പോർട്ടബിൾ ആയിരിക്കും, അത് ഫോർമാറ്റിന് ചേഞ്ച് വരില്ല. പക്ഷെ അവിടെ കോഡിങ് എന്നൊരു വാക്കവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കുമോ? വലിയ സുഖമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ സിയും ആൻസർ എടുക്കാൻ സാധിക്കില്ല. പിന്നെ ലാസ്റ്റ് വൺ ഔട്ട് ഏതാണ്, ഓപ്ഷൻ ഡി, അഥവാ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. പോർട്ടബിൾ ഉദ്ദേശം എന്താ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് അതിനോട് ഫോർമാറ്റിന് ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെന്റിന് ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവുന്നില്ല. നമ്മൾ ലാപ്പിലാണ് ചെയ്തിട്ട് അത് ഫോണിൽ ഓപ്പൺ ആകുകയാണെങ്കിൽ പോലും ആ സെയിം ഫോർമാറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ പോർട്ടബിൾ ചേഞ്ച് മാറ്റി കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരരുത്. നമുക്കിത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം അതിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നത് കമ്പ്യൂട്ടറിലോ ഫോണിലോ തുറന്നാലും ഫോണ്ടും ഡിസൈനും മാറാതെ ഡോക്യുമെന്റുകൾ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിലും എന്താ നമ്മൾ വിചാരിക്കും 4 ഓപ്ഷനും AI തന്നെയല്ലേ, അപ്പോൾ ഇത് 4 ഓപ്ഷനിലും ഏതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നെന്ന് വിചാരിക്കും. പക്ഷെ 4നും പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരില്ലല്ലോ. കാരണം എന്താ, ചോദ്യത്തിൽ പുതിയ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു. ഇപ്പം പുതിയതായിട്ടുള്ള ഒരു AI സംവിധാനമാണ്. ഫസ്റ്റ് വൺ കിടക്കുന്നത് ChatGPT. ChatGPT നമുക്ക് ഓൾറെഡി ഉള്ളൊരു സംവിധാനമാണ്. ഗൂഗിളിന്റെ പുതിയൊരു സംവിധാനം ഒന്നും അല്ല ChatGPT എന്ന് പറയുന്നത്. ChatGPT ഓൾറെഡി ഉള്ളൊരു ഓപ്പൺ AI തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്, ഓപ്ഷൻ ബി,
അഥവാ ജെമിനിയൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണല്ലേ. ജെമിനി വെച്ച് നമ്മളെല്ലാം ട്രോൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ പുതിയ സംവിധാനം ഏതാണ്? ജെമിനിയാണ് നമ്മുടെ പുതിയ ഗൂഗിളിന്റെ സംവിധാനം എന്ന് പറയുന്നത്. കാരണം ജെമിനിന് പണ്ട് പേരുണ്ടായിരുന്നത് ബ്രാൻഡ് എന്നായിരുന്നു. അത് ഓൾറെഡി പലർക്കും അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കാം, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ജെമിനിയുടെ പഴയ പേര് ബ്രാൻഡ് എന്നായിരുന്നു. അതിനുശേഷമാണ് ജെമിനി എന്നൊരു പേര് വെച്ച് നമുക്ക് പുതിയൊരു സംവിധാനമായിട്ട് നമുക്ക് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത് തന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? മെറ്റ എ എന്നാണ് അല്ലേ. മെറ്റ എ എന്ന് പറഞ്ഞാൽ മെറ്റ ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് മെറ്റ എ ആണ്. പക്ഷെ പുതിയൊരു സംവിധാനമല്ല അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സിയും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. പിന്നെന്താ? കോപ്പൈലറ്റ് ആണ്. കോപ്പൈലറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഓപ്പൺ എ തന്നെയാണ്. പക്ഷെ അതും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ജെമിനിയാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത പുതിയ AI സംവിധാനം. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ വായിക്കാം. ഇതാണ് എൻ്റെ വിശദാംശം. നോക്കിക്കേ, എന്താ ജെമിനി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയതും ശക്തമായതും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ ഇവിടെ IoT ആണ് യൂസ് ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആണ് എന്നത് പറഞ്ഞാൽ നമ്മുടെ ജെമിനി എന്ന് പറയുന്നത്. അടുത്ത എന്താ? ChatGPT. ChatGPT എന്ന് പറഞ്ഞാലും ഒരു ഓപ്പൺ AI ആണ്. കമ്പനി വികസിപ്പിച്ച ഒരു ലോക പ്രശസ്തമായ AI സംവിധാനം തന്നെയാണ് ChatGPT എന്ന് പറഞ്ഞാലും. പക്ഷേ ഒരു പുതിയ ഗൂഗിളിൻ്റെ സംവിധാനമല്ല ChatGPT എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മെറ്റ എ, അതായത് ഫേസ്ബുക്കിലായിക്കോട്ടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എന്നിവിടെയൊക്കെ മാതൃകാ കമ്പനി തന്നെ മെറ്റ പുറത്തിറക്കിയ ഒരു സംവിധാനമാണ് AI എന്ന് പറഞ്ഞാൽ. മെറ്റ പുറത്തിറക്കിയ ഒരു സംവിധാനമാണ് AI. ഓർത്തിരിക്കുക. അടുത്ത എന്താ? കോപ്പൈലറ്റ് എന്താ? മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ AI സംവിധാനമാണ് കോപ്പൈലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ കമ്പനിയും ഏതാണ് വികസിപ്പിച്ചെടുത്തതും കൂടെ അറിഞ്ഞിരിക്കണം. 4 ഓപ്ഷനിൽ ഉത്തരം മാത്രം പഠിക്കാണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തുകൊണ്ടാണ് അത് റോങ് ആയതെന്നും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? നമുക്കെന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു കുറുക്കു വഴിയാണ്. അതായത് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി കണ്ടല്ലേ. കൂട്ടത്തിൽ പെടാത്തതെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവായിരിക്കും സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആ ഒരു സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ, അതായത് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നതിനുള്ള ഒരു കുറുക്കു വഴി. ഓക്കെ, ഫസ്റ്റ് കണ്ട് കിടക്കുന്നത് ഗ്രാഫ് എന്നാണ്. ഗ്രാഫ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ ഒരു പേരിൽ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും എടുക്കാൻ സാധിക്കില്ലേ. ഗ്രാഫൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമുക്കൊരു ഒരു വലിയൊരു പാരാഗ്രാഫ് കാര്യം കൊണ്ട് നമ്മൾ ഒരാളെ കാണിക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതേസമയം ഒരു ഗ്രാഫ് മോഡലിൽ ഇതിനകത്ത് ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗ്രാഫ് മോഡലിൽ വരച്ച് കാണിക്കുമ്പം അയാൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, ഇയാൾ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കുറുക്കു വഴിയായിട്ട്, കണക്ക് കൂട്ടലുകൾ നടത്താനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് ഗ്രാഫ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. അടുത്തത് എന്താ? ഫോർമുലയാണ്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നവർക്ക്, MHSൽ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവാൻ സാധിക്കും. നമുക്ക് സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, AB എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ ആയിരിക്കും അതിനകത്ത് വരുന്നത്? A1 ഡോട്ട് B1 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി പൊതുവേ യൂസ് ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റിനകത്ത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് MS Excelൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി അത് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്താ കാണുന്നത്? മാത്തമാറ്റിക്കൽ പാക്കേജ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, എന്നാൽ മാത്തമാറ്റിക്കൽ പാക്കേജ് കേൾക്കാൻ സുഖമുണ്ട്, അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും. ഒരിക്കലും വരില്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്ത എന്താ? ചാർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മുടെ ഗ്രാഫ് പോലെ തന്നെ ആയിരിക്കും ചാർട്ടിൻ്റെയും പ്രത്യേകത. നമ്മളൊരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് രൂപത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ ഓൾറെഡി അത് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് അയാൾ ഉദ്ദേശിച്ചതെന്നും. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ചാർട്ട്. ഇതെല്ലാം എന്തിൻ്റെ അവിടെ വരുന്നതാണ്? MSSലിൻ്റെ കൂടെ വരുന്നതാണ്. പക്ഷേ ചോദ്യത്തിൽ എന്താ? കണക്ക് കൂട്ടലുകൾ നടത്താനുള്ള ഒരു കുറുക്കു വഴി എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഫോർമുലയാണ് നമ്മുടെ ആൻസർ. വലിയ കണക്ക് കൂട്ടലും സങ്കീർണമായ സമവാക്യങ്ങളും പെട്ടെന്ന് തീർക്കാൻ സഹായിക്കുന്ന ഒരു കുറുക്കു വഴിയാണ് ഫോർമുലകൾ എന്ന് പറയുന്നത്. എക്സലിൽ ഇതിൽ എപ്പോഴും എന്താ? ഈക്വൽ ടു എന്നൊരു ചിഹ്നത്തിലാണ് തുടങ്ങുന്നത്. അതായത് എക്സാമ്പിൾ നോക്കിക്കേ, ഈക്വൽ ടു എന്ന് പറയുന്ന ഈക്വൽ ടു എന്ന് പറയുന്ന ചിഹ്നത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിളൊക്കെ ഓർത്തിരുന്നോണം. അടുത്ത ഓപ്ഷൻ എന്താ? ഗ്രാഫ് എന്നാണല്ലേ. സംഖ്യകളെയും വിവരങ്ങളെയും ചിത്രരൂപത്തിൽ കാണിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു കാര്യത്തെ നമ്മൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ലാത്ത രീതിയിലാണെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ കൊണ്ട് കാണിക്കുമ്പോൾ ഓക്കെ, ആൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത്. ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾ തന്നെ ആയിരിക്കും? നമ്മുടെ എക്സലിന് എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ചോദ്യത്തിന് അനുയോജ്യമായ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും.
അടുത്ത ഓപ്ഷൻ എന്താ കാണിച്ചിട്ടുള്ളത്? മാത്തമാറ്റിക്കൽ പാക്കേജ്, അതായത് പ്രത്യേകത സോഫ്റ്റ്വെയർ വിഭാഗമായിരിക്കും. ഉദാഹരണത്തിന് നമുക്കൊരു മെറ്റാ ലാബ് എക്സാമിന് കുറുക്കു വഴിയല്ല. അപ്പോൾ ഒരു കുറുക്കു വഴിയായിട്ട് എടുക്കാൻ പറ്റില്ല മാത്തമാറ്റിക്കൽ പാക്കേജ്. പക്ഷെ ഒരു പേര് കേൾക്കുമ്പോൾ സുഖമെന്ന് കരുതി ഓപ്ഷൻ സി തെറ്റിച്ചെടുക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പോവുക. അടുത്തത് എന്താ? ചാർട്ട്, അതായത് ഗ്രാഫുകൾ പോലെ തന്നെ ഡാറ്റ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ. അത് ഉദാഹരണത്തിന് നമ്മൾ പൈ ചാർട്ടോ ബാർ ചാർട്ടോ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? ചാർട്ടിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്കെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു വയർലെസ് നെറ്റ്വർക്കിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഒരു വയർലെസ് നെറ്റ്വർക്കിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ ഓപ്ഷനിലാണ് തന്നിട്ടുള്ളത്? വയർലെസ് റിപ്പീറ്റർ, സ്വിച്ച് എന്നുണ്ട്, വയർലെസ് ബ്രിഡ്ജ് ഉണ്ട്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൽ ശ്രദ്ധിച്ചാൽ നോക്കിക്കേ, ഒരു വയർലെസ് നെറ്റ്വർക്കിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്? അതായത് നമുക്കിപ്പോൾ നമ്മൾക്കൊരു വൈഫൈ, നമ്മുടെ വീട്ടിലൊക്കെ വൈഫൈ കണക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് ഹാളിലാണ് വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൂം വരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, റൂം വഴി കിട്ടുന്നതില്ല. അപ്പോൾ നമുക്ക് അതിന് നടുക്കൊരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണക്ഷൻസ് നടക്കും. അപ്പോൾ അത് ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റർ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹോമിൽ നമ്മളെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം വഴി ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൂട്ടറിനും നമ്മുടെ വൈഫൈക്കും നടുക്കിട്ട് എന്താ? റിപ്പീറ്റർ എന്ന് പറയുന്ന വയർലെസ് റിപ്പീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിവേഗം തന്നെ നമുക്ക് കണക്ഷൻ കിട്ടി നമുക്ക് നെറ്റ്വർക്ക് കിട്ടാൻ പറ്റും. ഓൾറെഡി ആൻസർ പറഞ്ഞു. ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താ? സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ 10 കമ്പ്യൂട്ടേഴ്സും കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ ആയിട്ട് വരുമോ? ഓപ്ഷൻ ബി ഇല്ല അല്ലേ? ഓപ്ഷൻ ബിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. പക്ഷെ ഓപ്ഷൻ ബി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അഥവാ സ്വിച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത എന്താ? ഓപ്ഷൻ സിയിലാണ് തന്നിരിക്കുന്നത്. ഒരു വയർലെസ് ബ്രിഡ്ജ് പോലെ, വയർലെസ് ബ്രിഡ്ജ് ആയിട്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയർലെസ് ബ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്താ കിടക്കുന്നത്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. കേൾക്കുമ്പോൾ ഓർക്കും, ഓക്കെ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുമോ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, അഥവാ വയർലെസ് റിപ്പീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താണ് വയർലെസ് റിപ്പീറ്റർ എന്ന് കണ്ടോ, സ്വിച്ച് എന്ന് കണ്ടോ, അതുപോലെ തന്നെ വയർലെസ് ബ്രിഡ്ജ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഒരാൾക്ക് ഒരു ഇമേജ് വെച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ഒരു ഇമേജ് വെച്ചിട്ട് എന്താണ് കാര്യങ്ങളെന്നും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി തന്നെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കണ്ടാൽ ശ്രമിച്ചാൽ മാത്രമേ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയും കാണണം. അതിലാണ് കൂടുതൽ സെക്ഷൻസിനെ പറ്റി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിലും സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്കിലും അത് ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക. അതിനുശേഷം ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് നമ്മുടെ CC ഇതാ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ക്ലാസ്സുകളൊക്കെ അറിയണമെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിലും നമ്മുടെ CCയുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നമ്മുടെ പുതിയ ക്ലാസ് ആയിട്ട് നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് 2027 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.